നമസ്കാരം, ദിസ് ഇസ് മീ അദീന ചന്ദ്രൻ ആൻഡ് യു ആർ വാച്ചിങ് ഡി ലൈഫ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിൽ കാണാൻ കാഴ്ചകൾ ഏറെയുണ്ട്, സഞ്ചരിക്കാൻ ദൂരവും. അതിലൊന്നു തന്നെയാണ് തിരുനെല്ലിയും. അങ്ങനെ തോൽപ്പെട്ടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്നിടത്താണ് കുട്ടേട്ടന്റെ ചായക്കട. വളരെ സ്വാദേറിയ ഉണ്ണിയപ്പത്തിന് പേര് കേട്ടതാണ് ഈ കട. അങ്ങനെ ഞങ്ങളും അവിടെ നിർത്തി ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കി. നല്ല വലിപ്പമുള്ള അടിപൊളി ഉണ്ണിയപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഓരോ ഉണ്ണിയപ്പം നിന്നാണ് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങുന്നത്. അങ്ങനെ കാടിന്റെ നടുവിലൂടെയുള്ള യാത്ര നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ കാടിന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ വല്ല വന്യമൃഗങ്ങളെയും നമുക്ക് കാണാമെന്ന് മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് പതുക്കെ രണ്ടു ഭാഗത്തും ഇങ്ങനെ മൈക്രോസ്കോപ്പ് പോലെ ഞങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും കാണണേ, മാനിനെയോ അങ്ങനെ എന്തെങ്കിലും കാണണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സസ്പെൻസ്. ഇതാ ഞങ്ങൾ മാനിനെ കണ്ടു. ആദ്യം ഒന്നിനെ കണ്ടു, പിന്നെ ഞങ്ങൾ കൂട്ടമായിട്ടുള്ള മാനുകളെയൊക്കെ കണ്ടത് കണ്ടോ. ഒരുപാട് ഒരു 3-4-5 മാനുകൾ ഒരേ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. മാനിനെ കണ്ടപ്പോ തന്നെ ഹാപ്പിയായി. നമ്മള് മാനിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്. ഗായ്സ്, ഇത് മാത്രല്ല, യു നോ വാട്ട്, ഞങ്ങൾ ആനയെ കണ്ടു, പിന്നെയും ഞങ്ങൾ കുറെ മാനുകളെ കണ്ടു, പിന്നെ മയിലിനെ കണ്ടു, സിംഹവാലൻ കുരങ്ങനെ കണ്ടു, സാധാരണ കുരങ്ങന്മാരെ കണ്ടു, മലയണ്ണാനെ കണ്ടു. ഇതൊക്കെ പോരെ. അങ്ങനെ വി വർ സോ ഹാപ്പി ബിക്കോസ് നമ്മളൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെങ്ങാൻ പോയ പോലെ ഞങ്ങൾ ഇത്രക്കാർ ആനിമൽസിനെ കണ്ടു. സോ വി വർ സോ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇത് അമ്പലത്തിലെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അമ്പലത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഇടത്തെ ഭാഗത്തായിട്ട് ദൈവത്താർ മണ്ഡപമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അവിടെ പോയി തൊഴുതതിന് ശേഷമാണ് പ്രധാന അമ്പലത്തിലേക്ക് പോകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ കുംബ്ല രാജവംശവുമായും കുറുമ്പ്രനാട് രാജവംശവുമായും വയനാട് രാജാക്കന്മാരുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. കൂർഗിലെ രാജാക്കന്മാരായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രവേശ കവാടത്തിന് അടുത്തായി ചില കൽപ്രതിമകളുടെ അവശിഷ്ടങ്ങൾ കൂർഗ് രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഒരു പുരാതന ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. പാപനാശിനി ഗ്രാമം, പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ 2 ഗ്രാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്നത്രേ. അജ്ഞാതമായ ചില കാരണങ്ങളാൽ ഈ ഗ്രാമങ്ങൾ നശിക്കപ്പെട്ടു. ഇവിടെയുള്ള ജനങ്ങൾ മാനന്തവാടിക്കടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അഭയം തേടിയത്രേ. മാനന്തവാടിയിലെ ചില കുടുംബങ്ങൾ തങ്ങളുടെ തായ് വഴികൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ആണെന്ന് ഇപ്പോഴും പറയപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഈ ആർക്കിടെക്ചർ ഒന്നും കാണാൻ പറ്റിയില്ല, പഴയ സ്ട്രക്ചർ ഒന്നും കാണാൻ പറ്റിയില്ല. എല്ലാം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാലപ്പഴക്കം കാരണം എല്ലാം നശിച്ചിരുന്നു. അങ്ങനെ പുതിയ അമ്പലം ഈ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കാണാം. അപ്പം ഇത് കരിങ്കൽ പാത്തിയൊക്കെ അവിടെ അങ്ങനെ തന്നെ ഉണ്ട്, അതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഈ കരിങ്കൽ പാത്തി ഇവിടെ നിർമ്മിച്ചതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചിറക്കൽ രാജാവിന്റെ പത്നി വാരിക്കര നായനാർ കുടുംബത്തിലെ അംഗമായ വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിനായി എത്തുകയും ഭഗവത് ദർശനത്തിന് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചു. അപ്പോൾ പാപനാശിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറഞ്ഞു. അപ്പോൾ തമ്പുരാട്ടി ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു. അങ്ങനെയാണത്രേ അവിടെ കരിങ്കൽ പാത്തി ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ തൊഴുത് പ്രസാദം വാങ്ങിച്ച് ഇറങ്ങുകയാണ്. അപ്പം പഴയ അമ്പലം അവിടെ ഇല്ല. അപ്പോൾ അത് കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു തിരുനെല്ലിയിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാപനാശിനിയിലേക്കാണ്. പുത്തരി, ചുറ്റുവിളക്ക്, നവരാത്രി, ശിവരാത്രി, കർക്കിടവാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിലെ വിഷുവിളക്കായി നടത്തുന്നു. ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവാണ്. അമ്പലത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട്. ഇവിടെ ശിവന്റെ ജ്യോതിർലിംഗ പ്രതിഷ്ഠയും കാണാം. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ അമ്പലം അറിയപ്പെടുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അവിടെയാണ് പഞ്ചതീർത്ഥക്കുളം ഉള്ളത്.
ഇവിടെയൊക്കെ ശരിക്കും മൺസൂൺ ടൈമിൽ വന്നാലാണ് ഇതിന്റെയൊക്കെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഇപ്പം സമ്മറാണ്, എന്നാലും വെള്ളം ഇല്ലാണ്ടൊന്നുമില്ല, വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കുറച്ചും കൂടെ പച്ചപ്പോടെയും അതിന്റെ ഒരു ഹരിതാപവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക മഴക്കാലത്ത് തന്നെ വരണം. ഇവിടെ കർക്കിടവാവിനാണല്ലോ ആൾക്കാരൊക്കെ വരിക. പിന്നെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പാവനാശിനിയിലേക്കാണ്. അതൊരു നേരിയ അരുവിയാണ്. അപ്പം സമ്മറിലും അവിടെ വെള്ളമൊക്കെ ഉണ്ടാവും, എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവും. ഇപ്പോഴും വെള്ളമുണ്ട്. ആ വെള്ളം ശരിക്കും പറഞ്ഞാലേ ഞാൻ തൊട്ട് നോക്കി നമ്മൾ അവിടുന്ന് മുങ്ങിക്കുളിച്ച എല്ലാ പാപവും തീരുന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പം വെള്ളത്തിന് എന്തൊരു തണുപ്പായിരുന്നു എന്ന് അറിയോ? ശരിക്കും പറയാം, ശരിക്കും നല്ല ഐസ് വെള്ളം പോലെ. ഈ ബ്രഹ്മഗിരി എന്ന് പറയുന്ന മലയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന അരുവിയാണെന്നാണ് പറയുന്നത്. നമ്മള് തിരുനെല്ലി അമ്പലത്തിൽ തൊഴുത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ പോയിട്ട് ഇനി വീട്ടിലേക്ക് പോവാം. കുറെ സമയം കറങ്ങിയല്ലോ, കുറച്ച് ലേറ്റ് ആയി ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ. അപ്പോഴാണ് ഗൈസ് നമ്മളിപ്പോൾ മൂന്നാർ എത്തി പോലത്തെ ഒരു ഫീലുമായിട്ട് ഞങ്ങൾ ഇത് ചായത്തോട്ടം അല്ലേ മാമി? ചായത്തോട്ടം തന്നെ പറയാ, തേയിലത്തോട്ടം. ഓക്കെ, ചായത്തോട്ടം എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മില്ല. തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ് നമ്മളുള്ളത്. ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഫുള്ള് ഈ മലകൾ ഫുള്ളും. ഇന്നത്തേക്ക് ഇത് മതി ഗൈസ്, ഇന്നത്തേക്ക് ഇത് മതി. സോ നമ്മള് വളരെ ഹാപ്പി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുനെല്ലി പോകുന്ന വഴിക്ക് പോയിട്ട് വരുമ്പോഴും ഒരുപാട് എന്താ പറയണ്ടേ, മാനിനെ കണ്ടു, ആനയെ കണ്ടു, പിന്നെ മലയണ്ണാനെ കണ്ടു. അങ്ങനെ ഒരുപാട് എന്താ പറയണ്ട, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി പോയി കഴിഞ്ഞാൽ നമ്മൾ കാണൂലേ, അതുപോലെ ഉണ്ടായിരുന്നു. മെയിൻ ആനയെ കണ്ടത് എന്താ പറയണ്ടേ, ഞാൻ റോഡ് സൈഡിൽ നമ്മൾ ആനയെ കാണുന്ന ആ ഫീൽ ഉണ്ടല്ലോ, ദാറ്റ്സ് സംതിങ് സോ വണ്ടർഫുൾ. അതിനുശേഷം നമ്മളിതാ ഈ തേയിലത്തോട്ടത്തിലെത്തി. ഇനി ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഈസ് മീ അദീന ചന്ദ്രൻ, signing off from Dhee Life.